പൗരൻ പിടിയിൽ. അനധികൃതമായി വിസ ചട്ടങ്ങൾ ലംഘിച്ച് ലഡാക്കിലും ജമ്മു കാശ്മീരിലും പ്രവേശിച്ച ചൈനീസ് പൗരനാണ് പിടിയിലായത്. അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കുന്നവരെ എല്ലാം പിടികൂടാൻ കർശന നിർദ്ദേശമാണ് കേന്ദ്രം നൽകിയിട്ടുള്ളത്. അതിനിടയിലാണ് ഒരു ചൈനീസ് പൗരൻ കൂടി പിടിയിലായിരിക്കുന്നത്. 29കാരനായ ഹു കോങ്ഖായ് എന്നയാളെയാണ് സൈന്യം അറസ്റ്റ് ചെയ്തത്. നവംബർ 19 ടൂറിസ്റ്റ് വിസയിൽ ദില്ലിയിലെത്തിയ ഇയാൾ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാതെ സൻസ്കാർ, കാശ്മീർ താഴ്വരയിലെ വിവിധ സ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നിയന്ത്രിത പ്രദേശങ്ങൾ സന്ദർശിച്ചതായാണ് ആരോപണം. പരിശോധനയിൽ ചൈനീസ് യുവാവ് പ്രദേശത്തെ CRPF വിന്യാസത്തെക്കുറിച്ചും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ തിരഞ്ഞതായി ഫോണിലെ സെർച്ച് ഹിസ്റ്ററിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. വാരണാസി, ആഗ്ര, ന്യൂഡൽഹി, ജയ്പൂർ, സാരാനാഥ്, ഖയ, കുശിനഗർ എന്നിവിടങ്ങളിലെ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനായിരുന്നു ഇദ്ദേഹത്തിന് വിസ അനുവദിച്ചിരുന്നത്. എന്നാൽ വിസ നിയമങ്ങൾ ലംഘിച്ചു യുവാവ് ലഡാക്കിലും ജമ്മു കാശ്മീരിലും പ്രവേശിക്കുകയായിരുന്നു. നവംബർ 20 യുവാവ് ലേയിലേക്ക് വിമാനം കയറിയത്. എയർപോർട്ടിലെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്യാതെ നിയമലംഘനം നടത്തി. ലേയിൽ തങ്ങിയ 3 ദിവസത്തിനുള്ളിൽ ഇയാൾ സൻസ്കാർ മേഖലയിലും ഹിമാലയൻ പട്ടണത്തിലെ പ്രധാന സ്ഥലങ്ങളിലും സന്ദർശനം നടത്തി. ഡിസംബർ 1 ഇയാൾ ശ്രീനഗറിലെത്തി. അവിടെ ഒരു രജിസ്റ്റർ ചെയ്യാത്ത ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. ഹാർവാനിയിലെ ഒരു ബുദ്ധമത തീർത്ഥാടന കേന്ദ്രവും ഇയാൾ സന്ദർശിച്ചിരുന്നു. ഇന്ത്യയിലെത്തിയ ശേഷം ഒരു ഇന്ത്യൻ സിം കാർഡ് സ്വന്തമാക്കിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഇയാളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംശയം വർദ്ധിപ്പിക്കാനിടയാക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിനിടെ വിസ ചട്ടലംഘനത്തെക്കുറിച്ച് അറിവില്ലാത്ത മട്ടിലായിരുന്നു ഹുവിന്റെ പ്രതികരണം. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സ് പഠിച്ചതായും കഴിഞ്ഞ 9 വർഷമായി US താമസിക്കുന്നതായും ഹു അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അതേസമയം അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന് അതിർത്തി പ്രദേശത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ചൈനീസ് പൗരനെ നശസ്ത്ര സീമ ഭൽ കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച് ജില്ലയിലെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ റിപ്പൈഡിഹ ചെക്ക് പോസ്റ്റിന് സമീപത്ത് നിന്നായിരുന്നു 49കാരനെ SSB പിടികൂടിയത്. ഇയാൾ പാകിസ്ഥാനിലേക്കും യാത്ര ചെയ്തിട്ടുണ്ടെന്നും ഇയാളിൽ നിന്നും പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ എന്നീ രാജ്യങ്ങളുടെ കറൻസികൾ കണ്ടെടുത്തതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. ചൈനയിലെ ഹുനാൻ പ്രവിശ്യ സ്വദേശിയായ ലിയു കൊങ്ജിങ് ആണ് പിടിയിലായതെന്നായിരുന്നു തിരിച്ചറിഞ്ഞത്. ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ രേഖകൾ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ലെന്നായിരുന്നു വിവരം. ഇയാളിൽ നിന്ന് 3 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. അവയിലൊന്നിൽ ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ നിരവധി സ്ഥലങ്ങളുടെ വീഡിയോകൾ അടങ്ങിയിരുന്നതായി ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. ഇയാളിൽ നിന്ന് നേപ്പാളിന്റെ ഒരു ഭൂപടം കണ്ടെത്തി. ഭൂപടത്തിലെല്ലാം ഇംഗ്ലീഷിലായിരുന്നു എഴുതിയിരുന്നത്. എന്നാൽ തനിക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയില്ലെന്ന് ആംഗ്യഭാഷയിൽ ഇയാൾ അധികൃതരെ അറിയിക്കുകയായിരുന്നു. SSBയും പോലീസും മറ്റ് സുരക്ഷാ ഏജൻസികളും ഒരു ദ്വിഭാഷ സഹായത്തോടെയാണ് ക്വിങ്ജിങ്ങുമായി സംസാരിച്ചത്. പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നതിന് ഇയാൾക്ക് വിസയുണ്ടായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ മനസ്സിലാവുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.